ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 5ാമത്തെ അധ്യായമായിട്ടുള്ള ഡെസിമൽ മെത്തേഡ് ദശാംശ രീതികൾ എന്ന ഭാഗമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം ആ ഭാഗത്തിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് പേജിലായിട്ട് അവർ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മളോട് എന്ത് ചെയ്യാനാണ്, ചെയ്ത് നോക്കാനാണ് പറയുന്നത്. അതായത് കുറച്ച് ഫ്രാക്ഷൻസ് വന്നിട്ടുണ്ട്, അതിനെ ഡെസിമൽ അല്ലെങ്കിൽ ദശാംശ രൂപത്തിൽ എഴുതണം. അത് ഈസിയാണ് ചെയ്യാൻ. എന്താ, ആദ്യം ന്യൂമറേറ്ററിൽ വരുന്ന ഇത് ന്യൂമറേറ്റർ, ഇത് ഡിനോമിനേറ്റർ, അംശം ഛേദം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ അംശത്തിൽ വരുന്ന നമ്പർ എഴുതുക. ഇവിടെ എത്രയാണ്, 325. അപ്പോൾ ഈ 325 എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടേണ്ടത് നോക്കണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ എത്ര സീറോ ഉണ്ട്, ഒരു സീറോ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പോയിന്റ് ഇടുക. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, 32.5 എന്ന് കിട്ടും. ഇതിലാണെങ്കിലോ 476 എഴുതുക. 10ന് എത്ര സീറോ ഉണ്ട്, ഒരു സീറോ. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരു സ്ഥാനം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പോയിന്റ് ഇടുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക, 476 ഹരിക്കണം 100. ഇനി 325 ഹരിക്കണം 100. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 325 എഴുതുക. എത്ര സീറോസ് ഉണ്ട്, 100ന് 2. അപ്പോൾ ബാക്കിൽ നിന്ന് 2 സീറോ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 3.25 ഉത്തരം കിട്ടും. ഇവിടെ ആണെങ്കിലോ 325 അല്ലേ, 1000ന് എത്ര സീറോ ഉണ്ട്, 3. അപ്പോൾ ബാക്കിൽ നിന്ന് എണ്ണുക, 1 2 3, ഒരു പോയിന്റ് ഇടുക. ഫ്രണ്ടിൽ എന്ത് ചെയ്യുക, ഒരു സീറോയും കൂടി ചേർക്കുക. സിമ്പിളാണല്ലേ. ഇനി ഇത് നോക്കി നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്, ഇപ്പം നമ്മൾ 4 ചോദ്യങ്ങളാണ് ചെയ്തത്. ഇനി താഴെയുള്ള ബാക്കി ചോദ്യങ്ങൾ കൂടി എന്ത് ചെയ്ത് നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. ആ ചോദ്യം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ചോദ്യം നമ്മൾ ചെയ്തു, 476/10 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം, 476/100. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 476 എഴുതി. 100ന് എത്ര സീറോ, 2 സീറോ. അപ്പോൾ 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. ഇവിടെ ആണെങ്കിലോ 476, 1000ന് 3 സീറോ. അപ്പം 3 സ്ഥാനം കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് ഇടുക. ഫ്രണ്ടിൽ എന്തും കൂടി ചേർക്കുക, സംഖ്യകളൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഒരു 0 കൂടി ചേർക്കുക. ഇവിടെ ആണെങ്കിലോ 4 0, 10,000 ആണല്ലേ. അപ്പോൾ 476, 4 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടണം. അപ്പോൾ 1 2 3. ഇവിടെ സംഖ്യകളില്ലല്ലോ, അപ്പോൾ സംഖ്യ ഇല്ലെങ്കിൽ ഒരു 0 ഇടുക, ഒരു പോയിന്റ് ചേർക്കുക, ഫ്രണ്ടിൽ ഒരു 0 ഇടുക. അപ്പോൾ ഇവിടെ ഉത്തരം വരിക 0.47476 എന്ന് ഉത്തരം കിട്ടും. ഇനി നമുക്ക് ആദ്യ ഭാഗത്ത് കുറച്ച് 4 ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, അതൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് പേജ് നമ്പർ 71 കുറച്ച് ഡെസിമൽ ഫോം ദശാംശ രീതികൾ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എങ്ങനെ എഴുതണം, ഈ ഫ്രാക്ഷണൽ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, പോയിന്റ് ഇല്ലാണ്ട് 456 എന്ന് എഴുതുക. ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്, ബാക്കിൽ നിന്ന് എണ്ണ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ്, 10, ഒരു സ്ഥാനം കഴിഞ്ഞിട്ട്. അപ്പോൾ എത്രയായിട്ട് ഹരിക്കുക, 10 ഹരിക്കുക. ഇനി അടുത്തതിൽ എന്ത് ചെയ്യുക, ഈ പോയിന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ 4506 എന്ന് എഴുതുക. എത്ര സ്ഥാനം കഴിഞ്ഞ പോയിന്റ് ബാക്കിൽ നിന്ന്, 2 സ്ഥാനം. അപ്പോൾ 2 സ്ഥാനം എത്ര, 100. മൂന്നാം ചോദ്യം എന്താണ്, 4567. ബാക്ക് നോക്കുമ്പോൾ 2 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. നമുക്ക് 4567/100 എന്ന് എഴുതാം. ഇനി ഇവിടെ ആണെങ്കിലോ 3 സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്. 3 സ്ഥാനമാണെങ്കിൽ എത്ര ആയിരിക്കും, 4506/3 സ്ഥാനം കഴിഞ്ഞിട്ടാണെങ്കിൽ 1000. ഈസിയാണ് ചെയ്യാനല്ലേ. ഇനി അവസാന ചോദ്യം നോക്കാം, 45607. എത്ര സ്ഥാനം കഴിഞ്ഞ പോയിന്റ്, 2 സ്ഥാനമാണെങ്കിൽ 100. ഇതാണ് പേജ് നമ്പർ 71 വരുന്ന 5 ആക്ടിവിറ്റികൾ. ഇത് നിങ്ങൾക്ക് ഈ തുടക്ക ഭാഗം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഈസിയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഭാഗത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് പേജ് നമ്പർ 73 വരുന്ന ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ ഇവിടെ ജസ്റ്റ് റഫ് ഫിഗർ മാത്രമാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം പറയുന്നത്, ദ ഫിഗർ ബിലോ ഷോ എ റെഗുലർ പെൻഡഗൺ, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി പെൻഡഗൺ. അതായത് ഒരു റെഗുലർ പെൻഡഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത, എല്ലാ വശങ്ങളും കോണുകളും എന്താവും, തുല്യമാവും.
അപ്പോൾ നമുക്ക് ഒരു വശം തന്നിട്ടുണ്ട്. ഈ ഒരു റെഗുലർ പെൻറ്റഗണിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എത്ര ഒരു വശം എത്രയെന്നറിയാം? 2.35. അങ്ങനെ എത്ര വശമുണ്ട്? 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 5 × 2.35 മീറ്റർ ആയിട്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 2 സ്ഥാനം. അപ്പോൾ നമ്മൾ എത്രയായിട്ട് ഹരിക്കുക നമ്പറിനെ? 100 ആയിട്ട്. അപ്പോൾ 5 × 235 നമ്മൾ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് ഉണ്ട് കളയുക, എന്നിട്ട് ബൈ 100 എന്ന് എഴുതുക. ഇനി 235നെ 5 ഗുണിക്കുക. 235 × 5 25, ബാക്കി 2 17, 1 11, 1175 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് ഗുണിച്ച് കഴിഞ്ഞാൽ 1175 ബൈ 100 എന്ന് ഉത്തരം കിട്ടി. ഇനി എന്ത് ചെയ്യുക? അവിടെ എത്ര സ്ഥാനം? 100 ആണ്. അപ്പോൾ എത്ര സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുക? 1175 എഴുതുക. 2 zeros ആണ്. ബാക്കിൽ നിന്ന് 2 സ്ഥാനം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് ഇടുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 11.75 ആണ് ഈ റെഗുലർ പെൻറ്റഗണിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഞാൻ വായിക്കാം. എ കിഡ് നീഡ് 1.45 meter of cloth for a shirt. How many meter of cloth is needed for shirt? അതായത് ഒരു കുട്ടിയുടെ ഷർട്ട് തയ്ക്കാൻ 1.45 മീറ്റർ തുണി വേണം. അങ്ങനെയാണെങ്കിൽ 4 ഷർട്ട് ധരിക്കാൻ എത്ര മീറ്റർ തുണി വേണമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ഷർട്ട് തയ്ക്കാൻ വേണ്ട തുണി. അപ്പോൾ എമൗണ്ട് ഓഫ് ക്ലോത്ത് നീഡഡ് ഫോർ 1 ഷർട്ട്. ഒരു ഷർട്ട് തയ്ക്കാൻ വേണ്ട തുണി എത്രയാണ്? 1.45 മീറ്റർ. ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത് 4 ഷർട്ട് തയ്ക്കാനാണ്. അപ്പോൾ എമൗണ്ട് ഓഫ് ക്ലോത്ത് നീഡഡ് ഫോർ ഷർട്ട്. 4 ഷർട്ട് തയ്ക്കാൻ വേണ്ട തുണി സമം 4 × 1.45 മീറ്റർ. ഇതൊരു ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യുക? അവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ്? 2 സ്ഥാനം. അപ്പോൾ 100 ആയിട്ട്. അപ്പോൾ 4 × 145 പോയിന്റ് കളയുക ബൈ 100. ഇനി 4 145 തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് 580 എന്ന് ഉത്തരം കിട്ടും ബൈ 100. ഇനി നമുക്ക് 580 എന്ന് എഴുതി. എത്ര സീറോസ് ഉണ്ട്? 2 zeros. അപ്പോൾ 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. നമുക്ക് ഉത്തരം കിട്ടി. എത്രയാണ്? 5.8 മീറ്ററാണ് 4 ഷർട്ട് തയ്ക്കാൻ വേണ്ട തുണി എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എ ബാഗ് ഹോൾഡ് ഫോർ 4.75 kilogram ഓഫ് റൈസ്. ഹൗ മച്ച് റൈസ് ക്യാൻ എയ്റ്റ് സച്ച് ബാഗ് ഹോൾഡ്? അതായത് ഒരു സഞ്ചിയിൽ എമൗണ്ട് ഓഫ് റൈസ് ഇൻ 1 ബാഗ്, ഒരു സഞ്ചിയിൽ 4.75 കിലോഗ്രാം അരി കൊള്ളും. അങ്ങനെയാണെങ്കിൽ 8 സഞ്ചിയിൽ എത്ര കിലോ അരി കൊള്ളും എന്നാണ് ചോദ്യം. സിമ്പിൾ ചോദ്യമാണ് അല്ലേ? ഇങ്ങനെ ചെയ്യുക. 8 × 4.75. എന്താണ് ചെയ്യേണ്ടത്? 8 × 4.75 എന്താ ചെയ്യേണ്ടത്? ഇതിനെ ബൈ 100 ആയിട്ട്.
ബൈ 100 ആയിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പോയിന്റ് വേണ്ട, ബൈ 100. ഇനി 8ഉം 475 ഗുണിക്കണം 8 ചെയ്യുക, 40, ബാക്കി 4. അപ്പോൾ നമുക്ക് 475നെ 8ആയിട്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 3800 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ 3800 ബൈ എത്രയായി? 100. ഇനി എത്ര സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക? 2 സ്ഥാനം. ബാക്കിൽ നിന്ന് 2 സ്ഥാനം. അപ്പോൾ 3800 ബാക്കിൽ നിന്ന് 2 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ 38. നമുക്ക് എഴുതി 38 കിലോ അരിയാണ് എത്ര? 8 സഞ്ചിയിലായിട്ട് കൊള്ളുന്നത്. ഇനി 4ാം ചോദ്യം നോക്കാം. നമുക്കിനി 4ാം ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം: എ വെസൽ ഫുൾ ഓഫ് ഓയിൽ used to fill in 6 bottle. Each bottle hold 0.75 liter. How much oil was there in the vessel? അതായത് ഒരു കുപ്പിയിൽ 0.75 ലിറ്റർ ഓയിൽ കൊള്ളും. ഒരു പാത്രത്തിലെ ആ ഒരു ഓയിൽ എടുത്തിട്ട് 6 ബോട്ടിലാണ് ആക്കിയത്. അങ്ങനെയാണെങ്കിൽ ആ പാത്രത്തിൽ എത്ര ലിറ്റർ എണ്ണ ഉണ്ടായിരുന്നു? ഇതാണ് ചോദ്യം. അപ്പോൾ ഒരു ബോട്ടിലിൽ 0.75 ആണ്. ആ പാത്രത്തിലെ എണ്ണയാണ് എത്ര കുപ്പിയിലാക്കിയത്? 6 കുപ്പിയിൽ. അപ്പോൾ ആ പാത്രത്തിലുള്ള എണ്ണയുടെ അളവ് കാണാൻ 6 × 0.75. അപ്പോൾ 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ആണെങ്കിൽ 100 ആയിട്ട്. അപ്പോൾ 6 × 0.75. അപ്പോൾ പോയിന്റ് ഒഴിവാക്കുമ്പോൾ നമ്മൾ എത്ര വായിക്കുക? 75 ബൈ 100. ഇനി ഈക്വൽ ടു, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 6 × 75 75 ഗുണിക്കണം 6, 30, 3, 42, 3, 45 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? 450 ബൈ 100. ഇനി 2 സ്ഥാനം കഴിഞ്ഞിട്ടുണ്ട് പോയിന്റ് ഇടുന്നുണ്ട്. അപ്പോൾ 450 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുമ്പോൾ 4.50 ഈക്വൽ ടു 4.5 ലിറ്റർ ഓയിലായിരിക്കും ആ പാത്രത്തിൽ ഉണ്ടായിരിക്കുക. ഇപ്പം നമ്മൾ പേജ് നമ്പർ 73 ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. 4 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇനി നമ്മൾ പേജ് നമ്പർ 74 ചോദ്യങ്ങളിലേക്കാണ് കടക്കുന്നത്. ചോദ്യം ഞാൻ വായിക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി സ്ക്വയർ മീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് 6.25 മീറ്റർ ആൻഡ് വിഡ്ത് 4.2 മീറ്റർ. അതായത് ഒരു സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കുക. സിമ്പിൾ ചോദ്യമാണ്. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം, ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്, നീളം ഇൻറ്റു വീതി. ഇനി ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ റെക്റ്റാങ്കിളിന് നീളം വീതി അറിയാം. അപ്പോൾ എന്ത് ചെയ്യുക? ഏരിയ കണ്ടുപിടിക്കാൻ നീളം ഇൻറ്റു വീതി ഗുണിച്ച് കഴിഞ്ഞാൽ മതി. നീളം നമുക്കറിയാം 6.25 ഗുണിക്കണം 4.2. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 625ഉം 42ഉം തമ്മിൽ ഗുണിക്കുക. അപ്പോൾ നമ്മൾ 625ഉം 42ഉം തമ്മിൽ ഗുണിച്ചപ്പോൾ 26,250 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. അപ്പോൾ ഉത്തരം ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ എത്ര സ്ഥാനം കഴിഞ്ഞ പോയിന്റ്? 2. അപ്പോൾ 625 ബൈ 100 ഇൻറ്റു പോയിന്റ് കളഞ്ഞാൽ 42 ബൈ 10 എന്ന് ഉത്തരം കിട്ടും. ഈക്വൽ ടു, ഇനി 625ഉം 42ഉം തമ്മിൽ ഗുണിക്കുമ്പോൾ 26,250 എന്ന് ഉത്തരം കിട്ടി. ബൈ രണ്ടും തമ്മിൽ ഗുണിക്കുമ്പോൾ എത്രയാണ്? 1 × 1 1, എത്ര 0? 30, 1 2 30 ഈക്വൽ ടു. അപ്പോൾ നമുക്ക് 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുന്നുണ്ട്. അപ്പോൾ 26,250 നേടി. 3 സ്ഥാനം കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ ബാക്കിൽ നിന്ന് 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ ഈക്വൽ ടു 26.25 സ്ക്വയർ മീറ്ററാണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ. അപ്പോൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 26.25 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ദ വെയ്റ്റ് ഓഫ് 1 millimeter ഓഫ് കോക്കനട്ട് ഓയിൽ ഈസ് 0.91 gram. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 10.5 milliliter ഓഫ് കോക്കനട്ട് ഓയിൽ?
അപ്പോൾ 1 മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 0.91 ആണ് എങ്കിൽ 10.5 മില്ലിമീറ്റർ കോക്കനട്ട് ഓയിലിൻ്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വഴി എഴുതി ചെയ്ത് നോക്കാം. വഴി എഴുതി 1 മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം വെയിറ്റ് ഓഫ് 1 മില്ലി ലിറ്റർ കോക്കനട്ട് ഓയിൽ 0.91. ഇനി 10.5 മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം വെയിറ്റ് ഓഫ് 10.5 മില്ലി ലിറ്റർ കോക്കനട്ട് ഓയിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 10.5 ഇൻറ്റു 0.91 എന്ന് ചെയ്താൽ മതി. ഇനി ഇവിടെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാൽ പോകുന്ന പോയിന്റ്? ഒരു സ്ഥാനം. അപ്പോൾ 10 105/10 ഇൻറ്റു പോയിന്റ് കഴിഞ്ഞിട്ട് വയ്ക്കുക 91/, 2 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ആകുമ്പോൾ 100. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ 105ഉം 95 തമ്മിൽ ഗുണിച്ചിട്ട് പോയിന്റ് ഇടുകയാണ് വേണ്ടത്. ഇനി 105ഉം 91 തമ്മിൽ ഗുണിക്കുക. 105 ഇൻറ്റു 91 5 0 1 45ന് 5 ബാക്കി 4 4 9 കൂട്ടിക്കഴിഞ്ഞ് നമുക്ക് 5 5 4 9 ഉത്തരം കിട്ടി. അപ്പോൾ നമ്മൾ രണ്ടും തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ ഉത്തരം എഴുതുക ബൈ 1 ഇൻറ്റു 1 എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഇടുക. എന്ത് ചെയ്യുക, 3 സ്ഥാനം കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, പോയിന്റ് ഇട്ടാൽ മതി. ഒന്നുകൂടെ 4 കൂട്ടി 5 നമ്മൾ കൂട്ടി തെറ്റിയിട്ടുണ്ട്. അപ്പോൾ 9 5 5 5. അപ്പോൾ ഈ ഉത്തരം വീണ്ടും എഴുതുക. എന്നിട്ട് എത്ര സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക? 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി 9.555 ഗ്രാം. വെളിച്ചെണ്ണയുടെ 10.5 മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം എന്ന് പറഞ്ഞാൽ 9.555 ഗ്രാം ആയിരിക്കും. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ദ പ്രൈസ് ഓഫ് 1 ലിറ്റർ ഓഫ് പെട്രോൾ ഈസ് 110.12 റുപ്പീസ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 ലിറ്റർ ഓഫ് പെട്രോൾ? ഇതാണ് മൂന്നാമത്തെ ചോദ്യമായിട്ട് വരുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, വഴി എഴുതാം. അപ്പോൾ നമുക്ക് 1 ലിറ്റർ പെട്രോളിൻ്റെ വില നമുക്കറിയാം 110.2. അങ്ങനെയാണെങ്കിൽ 2.5 ലിറ്റർ പെട്രോളിൻ്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, രണ്ടും തമ്മിൽ ഗുണിച്ചു. ഇനി നമ്മൾ ഈ 2 സംഖ്യയും തമ്മിൽ ഞങ്ങൾ ഗുണിച്ച് ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് 2,75,300. ഇനി അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റെങ്കിൽ ഇപ്പോൾ 25/10 ഇൻറ്റു ബൈ 100. 2 സ്ഥാനം കഴിഞ്ഞിട്ടാണെങ്കിൽ 100. ഇനി ഈക്വൽ ടു 2 തമ്മിൽ ഗുണിച്ചപ്പോൾ നമുക്ക് 2,75,300 ബൈ ആദ്യത്തെ സ്ഥാനം കഴിഞ്ഞ പോയിന്റ് 3 സ്ഥാനം 10 ഇൻറ്റു 1000 10 ഇൻറ്റു 100 1000 എന്ന് കിട്ടി. ഇനി എത്ര സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക, 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. അപ്പോൾ 2,75,300 3 സ്ഥാനം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുമ്പോൾ 275.300 റുപ്പീസ് ആയിരിക്കും എത്ര ലിറ്ററിൻ്റെ 2.5 ലിറ്റർ പെട്രോളിൻ്റെ വില എന്ന് പറഞ്ഞാൽ. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് കാണാം. അതുവരേക്കും ബായ്.